നീലന് വരും, നീലന് സ്നൈപ്പ് ഇപ്പൊ വരും. അവരെ രണ്ടുപേരും കൂടെ വെച്ചിട്ട് ബാക്കി ലൈനപ്പ് ഇട്ടു. വാസവൻ വാസവനെ കേക്കാവോ? ഹലോ, ഇന്നത്തെ ഇത് വാറില് ജുഗുറു സെക്കൻ ഇവരൊക്കെ നല്ലപോലെ കളിച്ചിട്ടുണ്ട്. അവരെല്ലാം അതുകൊണ്ട് അവർക്കും അവസരങ്ങൾ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കണേ. ഇവിടെ ചിലര് വാസവനെ ചിലരൊന്നും വാറ് കളിച്ച് വെടി പോലും വെക്കാൻ പറ്റാത്ത ചിലരൊക്കെ ഉണ്ട്. വാസവനെ അവരത് ലിസ്റ്റിൽ ഇടണമെന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാണ് വണ്ടി നമ്മളെ പോലെ പിക്കുള്ളവരിടുന്ന മന്ദാരത്തിനൊക്കെ ഒഴിവാക്കാനേ പറ്റൂല. 58 എടുത്തതിന് ശേഷം കണ്ണു വെച്ച് വന്നേരാ. നാളെ അത് കത്തിപ്പോകട്ടെ. ഞാനല്ല ഉത്തരവാദി. അയ്യോ നീ നോക്കി മന്ദാരം ഞാൻ ഈ വാറില് വലിയ മസ്റ്റാണെന്നോ? ആര്? അതെ അതെ, വാറുവിളി വാസവനെ വാറുവിളി വിളിച്ചു. ഇപ്പഴേ വിളിച്ചോ, എല്ലാം റെഡി. വണ്ടി എടുത്താ മതി. അടിച്ചോ, വിളിച്ചോ വാറ് വിളിച്ചോ. ഹലോ, പാലം കേറിയിട്ടില്ല സെറ്റില്. ബാലുണ്ടോ? റെഡി ഉണ്ടായിരുന്നടാ. ഇല്ലേ? ഞാൻ റെഡി ഇറങ്ങണേ. ഇറങ്ങുവാണേ. അടിച്ച് കീറണ നായിക്കളെ. ഞാന് ഇത് പറഞ്ഞോട്ടെ, സെയിം വണ്ടി കളിക്കുന്നതിൽ ഹോട്ട് വെയർ ചെയ്താൽ കൊള്ളായിരുന്നു. നേരത്തെ SRK അവിടെ ഫൈറ്റ് കമ്മിറ്റ് ആയത് SRK ഹോട്ട് വെയർ ചെയ്യാൻ പറ്റാത്തോണ്ട്. എടുക്കുന്ന 5 വണ്ടി എല്ലാരും ഒന്ന് ഹോട്ട് വെയർ ചെയ്തിട്ടേക്കോ. അവര് 12 പേരുള്ളോട്ടാ സിറ്റിയില്. അവര് കേറുമായിരിക്കും. ചെറുക്കൻ എന്റെ കൂടെ പണ്ട് കേറിയതാ കേട്ടോ ലിയോ RP-ല്. അതായത് എനിക്ക് വന്നിട്ട് RP-യുടെ തുടക്കകാലത്തില് പോലീസിൽ നിന്ന് ഞാൻ അവനെ അടിച്ചു മാറ്റിയതാ. അതായത് പണ്ട് ഞാൻ അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കും. അപ്പൊ എന്നെ അങ്ങനെ ഇങ്ങനൊന്നും ചേച്ചി പിടിക്കാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടാലും ഈ അറിയുന്ന പുറകിന് വരും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ നമ്മുടെ എതിരാളിയായിട്ടല്ലേ വേണ്ടേ, കൂടെയാ വേണ്ടേന്ന് പറഞ്ഞിട്ട് അവരെ ഞാനെനിക്ക് തൂക്കിയതാ. അന്ന് എന്റെ കൂടെ കൂടിയതാ. എവിടെ പോയടാ അമ്മര്? ഓക്കെ ബാക്കിലല്ലേ? മനസ്സിലായി. അത് അമ്മരിവിടെ മലയിലുണ്ടേ. ഇവിടെ ഈ വണ്ടി ഇവിടെ 2 വണ്ടിയുള്ളു. അമര സ്പ്ലിറ്റാ. ആ പിങ്ങടാ അവിടെ 2 വണ്ടി ഉണ്ടാ. വേണ്ട ഒരുത്തരം നോക്കി നിക്കല്ലേ, ബാക്കിയുള്ളവന്മാരുടെ അവനെ വിടരുത്. അമരല്ല ഈ മലയിലുണ്ട്. മലയിലുണ്ട്. ആ മലയില് അമര നീങ്ങടാ അവിടെ നീങ്ങി. എടാ അവൻ ഇപ്പൊ ഉടനെ വരുമെന്ന് തോന്നുന്നില്ലല്ലോ. തോന്നുന്നുണ്ടോ നിനക്കൊക്കെ ഇപ്പൊ വരുമെന്ന്? അവൻ വരാൻ സമയം എടുക്കും. നമ്മൾ അവിടെ നിന്ന് നമ്മുടെ സമയം കളയും. ഇപ്പൊ അവന്മാർ ഒരാള് കുറവാ. കയറി അടിച്ചുവിടാ നിനക്കൊക്കെ. അത് അഡ്വാൻറ്റേജ് ആയിട്ട് ചിന്തിക്ക്. അമ്മാരെ എങ്ങോട്ട് പോയെന്ന് കണ്ടായിരുന്നോടാ ലൊക്കേഷൻ? എടാ സ്പ്ലിറ്റാടാ, പതുക്കെ പോടാ. ഫ്രണ്ടിൽ പോകുന്ന വണ്ടി പതുക്കെ പോടാ. ബാക്കിയുള്ളവർ നോക്ക്. ഈ പിങ് ഈ ട്രിപ്പിൾ പിങ്ങില് റീഗ്രൂപ്പ് ചെയ്യടാ. ആയില്ലേ? ആ ഓക്കെ. അവരുടെ ഒരു മലയുണ്ട് മോസ്റ്റ്ലി ആ ഒരു മല, അല്ലെങ്കിൽ മറ്റൊരു അഗ്രഷൻ ആണ് അവർ സാധാരണ ഹോൾഡ് ചെയ്യാറ്. ആ മലയിലുണ്ടോ? ഒരു സെക്കൻഡ്. ടയറൊന്ന് അടിച്ചു പഠിക്കണേ.
നിക്കടാ നിക്കടാ. ഇവനെ പിടിയടാ, അവനെ പിടിയടാ, ആ വണ്ടിയെ പിടിയടാ. ദേ പോന്ന വണ്ടി, ദേ പോന്ന്. ബാക്കി അമ്മാരുടെ വണ്ടിയല്ലല്ലോ ഇവിടെ ഉണ്ട്. അവിടെ ഒരു വണ്ടി, ലോങ്ങിലൊരു വണ്ടി, ലോങ്ങില് പിങ്ങുണ്ടോ? ഞാൻ കാര്യം പറ്റേ മറ്റവൻ വരാൻ വേണ്ടിയാണ് അവൻ അങ്ങോട്ട് പോണത്, മനസ്സിലായോ? അവനെ തന്നെ ഇത് വെയിറ്റ് ചെയ്യോ? ആ വെയിറ്റ് ചെയ്ത് കേട്ട അമ്മാരെ കിട്ടിയോ? വെള്ളത്തിൽ കടിച്ച ഇറങ്ങി ബാക്കപ്പ് നോക്കിതാ. ബാക്ക് ഉണ്ട് നിങ്ങൾ അമ്മാരുടെ രണ്ട് വണ്ടി ലോങ് ആണേ. അമ്മ രണ്ട് വണ്ടി ലോങ്ങാ വരുന്നേ ഉള്ളു. വണ്ടി കയറ്. അമ്മാരുടെ 3 വണ്ടി ഇവിടെ ഉള്ളേ, 3 വണ്ടി. എടാ ഇവിടെ ദേ വരുന്നു അമ്മാരുടെ വണ്ടി. അവിടെ ഒരു വണ്ടി. I'm Lamine Yamal. Vamos. Play football. ഭയങ്കര സ്പ്ലിറ്റ് ആണല്ലോ ഇത്. അപ്പൊ യൂട്യൂബ്സിന്റെ മലയെ പോയി നോക്കൂ. ഇവിടെ അവിടെ ആരുമില്ല, അമ്മ താഴെ തന്നെടാ. ഇവിടെ ഒറ്റ തന്നെ ഉള്ളു. ആ അവിടെ മേളിലുണ്ട് മലയിലുണ്ട്. യൂട്യൂബ് മല മൊത്തം 3 വണ്ടി ഉള്ള അമ്മ. ഇവിടെ ഒറ്റ വണ്ടി പോകുന്നുണ്ട് കണ്ടോ? അവനെ പിടി. ടയർ പൊട്ടിയിരടാ. അമ്മാരെ ബാക്കപ്പ് വരുന്നുണ്ട് ഇവിടെ. നോക്കിക്കോണേ ബാക്കപ്പ്. പിങ് നോക്ക് ഇവിടെ. ആ ഓക്കെ 2 വണ്ടി അവിടെ ഉണ്ട്. ടയർ പൊട്ടിയിര്. നിങ്ങൾ വണ്ടി ഇറങ്ങി നിൽക്കുന്ന വണ്ടി കയറിയോ? ദേ വരുന്നു. വസുമനെ നിങ്ങള് ബാക്കിയുള്ള വണ്ടികളൊന്നും നമ്മുടെ വന്നിട്ടില്ല. 1 മിനിറ്റ് പോവരുത്. ബാക്ക് ഇറങ്ങ്. പോലെ കമ്മിറ്റി അല്ലേ, അത് ഫൈറ്റ് കമ്മിറ്റി അല്ലേ. നമ്മളെല്ലാരും ഒരുമിച്ച് വന്നേ. നമ്മളെ ആൾക്കാരെല്ലാരും ഒരുമിച്ച് വന്നടാ. ഒരുമിച്ച് വാടാ. അത് നോക്കണ്ട. വിട്. നമ്മുടെ 6 വണ്ടി ഇവിടെ ഉണ്ടോ? 6 വണ്ടി അവിടെ ഉണ്ടോ? അവിടെ തന്നെ കളി. അവിടെ തന്നെ ഇല്ലേ? ഓക്കെ. അവന്മാര് അതിന്റെ മേളിൽ കൂടെ ഒടിച്ച് കളിക്കാനുള്ള പരിപാടിയാ. ഒന്നുമില്ല. അന്ന് കുത്തിയ സ്ഥലം അവിടെ കുത്ത്. ഇവിടെ കുത്ത്. ഈ റിഡ്ജി കുത്ത്. അമ്മാർ ഇറങ്ങിയിട്ടുണ്ട്. അന്ന് കുത്തിയ അതേ സ്ഥലം. ഇവിടെ ഇറങ്ങ്. ബൈഫൂട്ട് ഇവിടെ ബൈഫൂട്ട് ഓപ്പണിൽ ഇറങ്ങടി. ഒരുമിച്ച് സപ്പോർട്ട് കൊടു. എടാ നമ്മുടെ വണ്ടി അവിടെ ഇറങ്ങ്. ഒരു വണ്ടി ആ പിങ്ങിൽ ഇറങ്ങ്. മേളി ഇവിടെ എല്ലാം ഉണ്ട്. തറക്ക് കറങ്ങി വരുന്നേ. റിഡ്ജ് കറങ്ങി വരുന്നേ. ഇവിടെ വരുന്നുണ്ട്. രണ്ടുപേര്. അത്രേ ഉള്ളു. എടാ റൈറ്റ് ഒക്കെ വിടറാ പൊട്ടന്മാരെ. എടാ പിങ് നോക്കടാ. പിങ് ദേ അവിടെ ഒരുത്തൻ. ഇൻഡിവിജ്വൽ ആൾക്കാരെ പിക്ക്. ഇവിടെ മേളിലൊരുത്തൻ. അവിടെ നോക്ക്. അപ്പുറം റിഡ്ജില് ദേ അവിടെ നോക്ക്. അവിടെ ദേ എന്റെ പിങ് ബാക്കിൽ. നിന്റെയൊക്കെ പുറയില് ആ വണ്ടി എടുക്കേ. എടാ PRXന്റെ വണ്ടിയുടെ ഒക്കെ സപ്പോർട്ട് പറടാ. ഓക്കെ നൈസ്. ഈസി. അമ്മാരുടെ അവിടെ കൂടെ ഉള്ളു. തീർന്നെന്ന് തോന്നുന്നു. ഇല്ല തീർന്നു. ഇനി ആരെല്ലാം ഉണ്ടോ ചോദിച്ചേ? താഴെ കൊടുത്തു. താഴെ മേളി നടിയടാ. എന്റെ റേഡിയോ സൗണ്ട് കുറവാണ് കുമാർക്ക്. എടുത്തോണ്ട് പിങ്ങനെ വെച്ചിട്ട് മെനക്കേടാന്നല്ലോ. ഇല്ല തീർന്നെന്ന് തോന്നടാ. വേറെ ആരും ഇല്ല. നീയൊക്കെ ഒന്ന് നോക്കിയേ. ഓളോട്ട് ചെയ്ത് നോക്കിയേ. അവരുടെ കത്തിപ്പോയെന്ന് തോന്നുന്നു പ്ലേയേഴ്സ്.
വണ്ടിയാണ് സത്യം അറിയാലോ മറഞ്ഞിട്ട് എനിക്ക് ആ വണ്ടി ഓടിക്കണ്ടേ വണ്ടി ഓടിച്ച് മറഞ്ഞിട്ട് ഓടി എത്തനും കൂടി ഇല്ല. ആ സാരമില്ല കഴിഞ്ഞില്ലേ, നമുക്ക് പുതിയ വണ്ടി വരുമല്ലോ ഒരാഴ്ചയില്. പിന്നെന്താ കഴിഞ്ഞു. ജി ഒരു ജി ഇട്ടാ മതിടാ, വേറെ ഒന്നും പറയല്ലേ കേട്ടാ. ജി ഇട്ട് ഒഴിവാക്കുക. അവർക്കും അൺലക്കി ഫാക്ടേഴ്സ് കുറവുണ്ടായിരുന്നു. ഓ 36 സെക്കൻഡ് കാരണം കൂൾ ഡൗണോ 5 മിനിറ്റ് ഒക്കെയാണ് കൂൾ ഡൗൺ. ഗ്യാങ് കൂൾ ഡൗൺ നമ്മുടെ വണ്ടിക്ക് മാത്രം എന്താ പ്രശ്നം തോന്നണേ? എടാ ഡബ്ല്യൂ നോക്കുമ്പോ പറന്നു പോണോടാ. സെറ്റല്ലടാ, നമ്മൾ എത്ര പേരുണ്ട്? 3, 6, 9, 12, 13 പേരല്ലേ ഉണ്ട്. സെറ്റ്, നൈസ് ഗെയിം, വെൽ പ്ലേഡ് ബോയ്സ്. നല്ല കളി. അതെ, ഈ ഹെലിയിലുള്ള കോളേജ് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. പോയോ? ഞാൻ വണ്ടി കേറല്ലേ? ഞാൻ വണ്ടിയില്ല, ഞാൻ മറ്റേ വണ്ടി. എല്ലാരും വണ്ടിയിലുണ്ടല്ലോ അല്ലേ? 53 സെക്കൻഡ്. ഓ, ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടാൻ പറ്റത്തില്ല കേട്ടോ. ഫുൾ ഗ്യാങ്ങിനാ കൂടുതലും. അറിയത്തില്ല, നോക്കാം. എന്തായാലും കൊള്ളാം, നന്നായിട്ട് കളിച്ചത്. വെൽ പ്ലേഡ്. സെക്കൻഡ് കിടിലം കളി. വില്ലു 2 days വീഡിയോ ചത്തു തീർത്തു. വില്ലുവിന്റെ പ്രശ്നം. വില്ലുമോനെ, നിന്റെ വിഷമം മാറിയോടാ വില്ലു? ഞാൻ ഒരാളെ പോലും കണ്ടില്ല. നിനക്ക് ആരെയും കിട്ടിയില്ലേ? അപ്പൊ ഞാൻ ഡോർക്കിന്റെ അടുത്ത് ചോദിച്ചു, ഇവ കൊണ്ട് ഓരോ സ്ഥലത്ത് കൊണ്ട് മറക്കിന് വണ്ടി. വില്ലു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? വില്ലു ഞാൻ നിന്നോട് പറഞ്ഞു, നിന്നെ ആരോ കണ്ണു വെച്ചാ വില്ലു ഉഴിഞ്ഞിട്ടോ. നീ ഉഴിഞ്ഞിട്ടോ? 2 വട്ടം പറഞ്ഞു. 2ാമത്തെ വട്ടം പറഞ്ഞു. നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നല്ലോ നീ ഒരു കുണ്ണ. എടാ പടം കണ്ടിച്ചാണ്ട് നീയാണ് കുണ്ണാന്ന് പറഞ്ഞ, ഞാനല്ല. വാസവനെ പിക്ക് കിട്ടിയാ? പിക്ക് വാസവനെ. ഹലോ, പെട്രോൾ പോലും തീർന്നില്ലല്ലോ. ഇടാ എനിക്ക് സത്യം പറയുന്നത് എത്ര പിക്കുണ്ട് വാസവന്? വാറിന് എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ കണ്ടില്ല, ഞാൻ ആരെയും കണ്ടില്ല. ആണെന്ന് മുന്നേ തീർന്നപ്പോ കളി. ഓടി ആരാണപ്പോ ഈ പെറുക്കി എടുത്തത് മൊത്തം? ആ, എനിക്ക് വന്ന് ഞാൻ പറഞ്ഞ പോയിന്റ് കുത്തിയെ കുറച്ച് പേർക്ക് വാരി കിട്ടിയെന്ന് തോന്നുന്നില്ല. ഓപ്പണിലും സൈഡിൽ നിന്നും ഒക്കെ അല്ലടാ. ആരായിരുന്നു ആ വണ്ടി? സെക്കൻഡ് വണ്ടി ആയിരുന്നു അത്. മന്ദാര എത്ര വിക്കണ്ടോ വന്നായിരുന്നു നിനക്ക്? അത്ര ഇല്ലേ? അരി മാറിപ്പോയി ദൈവമേ. ഞാൻ തിരിച്ചിപ്പോ KV ആഘോഷത്തിൽ പോയി ലാൻഡ് ചെയ്തേനെ. പോട്ടെ, അതെ ശീലമായി. ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണ്, എനിക്ക് മറ്റേ വണ്ടിയുടെ കാര്യം സെറ്റ് ചെയ്യാൻ വേണ്ടി. ആ, പോയിട്ടോ വാസവനെ, പോയിട്ടോ. അങ്ങനെ പറയരുത്. എന്നെ കണ്ടിട്ടാ ഞാൻ അമ്പലത്തിൽ പോകാൻ പോവാ. അമ്പലത്തിൽ പോണ്ട, വീട്ടിൽ തന്നെ ഒഴിഞ്ഞ് അമ്മയോട് പറയാം മുളക് ഒഴിഞ്ഞ് ഇടാൻ പറയാം. അടുത്ത് ഈ മന്ദാരക്കാണ് കണ്ടിട്ട് തോന്നിട്ടാ പ്ലേതടാ. ഇത് ബെറ്റർ ഗ്രാഫിക്സ്. ഞാന് ജിഗുറു അല്ലല്ല ഏതാ ഞാന് ജിഗുറു അങ്ങ് അവിടെ കുത്തി കല്ലിന്റെ ബിൽഡിങ്ങിനെ കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടൊന്നുമില്ല. നമ്മളിവിടുന്ന് ടാഗ് കൊടുത്ത് വിട്ടോണ്ടിരുന്നല്ലേ ജിഗുറു? ഇവരെ കണ്ടില്ലല്ലേ? ഇവിടെ എന്താ ബുള്ളറ്റ് പോകുന്നില്ല? അത് ചില സമയം ഉണ്ടാ. ഇന്നലെ ഉണ്ടായിരുന്നാ എനിക്ക് പ്രശ്നം. എനിക്കുണ്ട്. അപ്പൊ അത് നൈസ്. ബാക്കി അയ്യോ ജിഗുറു നമ്മളെ പെട്ടെന്ന് പുഷ് ചെയ്തല്ലേ? ഓ നൈസാ ജിഗുറു, അത് നൈസ് ഷോട്ട്. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ആരാ ജിഗുറിന്റെ തലക്കെട്ട് കൊട്ടു കൊടുത്തു കേട്ടോ. ഞാൻ മാറി കൊടുത്തു. പിന്നെ അത്രേ ഉള്ളൂ. ഞാൻ മറ്റേ ഡോർക്കി പറഞ്ഞ തപ്പി ഇറങ്ങും. മറ്റേ താഴെ ഉള്ള എന്താ വന്നേരം? ഞാന് നമ്മളിവിടുന്ന് കൊറേ ടാഗ് കൊടുത്ത് ജിഗുറു അടിച്ചോണ്ടിരുന്നില്ലേ? ആ, അവനെ എടുത്തല്ലേ. ഇതൊക്കെ സ്വന്തം ടീം അടിച്ചോ? ഓ കിട്ടി അറിഞ്ഞു കിട്ടാ മതി. അറിഞ്ഞു വിട്ട്. എടാ നമ്മുടെ ഡ്രസ്സേ കുറച്ച് ദൂരെ നിന്ന് റിയലൈസ് ചെയ്യാൻ പാടുണ്ട് കേട്ടോ. എനിക്ക് പല വാറിലും തോന്നിയിട്ടുണ്ട്.
ഇന്നലെ ഞാൻ ചോദിച്ചിക്ക് വരെ നിങ്ങൾ അടിച്ച മേലെയൊക്കെ അതെന്റെ പീവൻ ഒന്ന് കാണണം ഇവന് ഞാനും അടിക്കാം അവസാനം ഇവനെ ഞാനും അടിക്കാൻ നോക്കാം. നിനക്ക് എന്താ പറ്റി വാല വാല ആണോ? ഓക്കെ ഓക്കെ. സെക്കൻഡ് ഉണ്ടല്ലോ, സെക്കൻഡ് എന്റെ കയ്യിലുണ്ട്. ബോബി സോളോ അല്ലേ ബോബി കളിച്ചത്? എങ്ങനെ സോളോ? സെറ്റാണ് സോളോ നൈസ്. നൈസാണോ? നിനക്ക് ഇഷ്ടമുള്ള പോലെ ഇഗ്രഷൻ കളിക്കല്ലേ? എല്ലാരും സോളോ കളിച്ചാൽ ഒരു വണ്ടി 4 പേരെ വെച്ചൊക്കെ കളിപ്പിക്കേണ്ടി വരും കേട്ടോ. ഞാൻ കുത്തിച്ച് നോക്കണത് ഇവിടുന്ന് നീലെങ്ങനെ വീട്? പേടിക്കണ്ടല്ലേ? ഞാൻ ഒറ്റ പറഞ്ഞോണ്ട് ഞങ്ങൾ ഡബിൾ ഫ്രണ്ടിലോട്ട് ഞെക്കി അവൻ നിന്നെ കടിച്ചല്ലേ? ഡോക്കി നീ ഡെഡായാ? ഇല്ല ഇല്ലല്ല, അപ്പൊ നിന്റെ ഭാഗം അതിന്റെ മുമ്പത്തെ സിറ്റുവേഷന്റെ അത് പറഞ്ഞപ്പോഴേ ഞാൻ വേറെ കാര്യം പറഞ്ഞു. ഗാഡി തിരിച്ച് കേറിയേക്കണേ പെട്ടെന്ന്. ഭയങ്കര ഡിലേ അവിടെ ആ ഒരു വണ്ടി. ഞാൻ കഴിഞ്ഞിട്ട് പീഡിയായിട്ട് വല്ല റോബറി ചെയ്യാൻ പോയ സിറ്റിയില്. ഇപ്പഴാ? പിന്നെ വായി കുത്തി. ഓ ഇവിടെ മറ്റേ ആ കറക്റ്റ് ആ പോയിന്റ് നീ കുത്തിയല്ലേ? സെറ്റ്. നൈസ് നൈസ്. നമ്മള് മറിഞ്ഞു കിടക്കാം. കയറുമ്പോഴത്തേക്ക് അടി തുടങ്ങി. അടി ഈ ക്ലോസ് നിങ്ങളുടെ ക്ലോസിൽ പിങ് വരുമ്പോഴേ നിങ്ങൾക്ക് വിസിബിൾ ആവുന്നില്ലല്ലേ? അതൊരു പ്രശ്നമാണല്ലോ. കാരണം ഞാനേ ആ റിഡ്ജ് കറങ്ങി വരുന്ന പിങ് ചെറുതായിട്ടാണ് കിടക്കുന്നത്. മിനി മാപ്പിലേ വിസിബിൾ ആകത്തുള്ളത് കണ്ടോ? പിങ് സിസ്റ്റത്തിൽ അത് അത് മനസ്സിലാവാത്ത അതായിരിക്കുമല്ലേ നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞത്? അതായത് ക്ലോസ് വരുമ്പോ അതിങ്ങനെ ഒരു ആരോ മാർക്ക് പോലെ വരത്തുള്ളൂ, മറ്റേ വലിയ ബ്ലിപ്പായിട്ട് വരത്തില്ല. വലിയ ബ്ലിപ്പ് ആക്കണം അത്. അതാക്കിയ കാരണം വലിയ ബ്ലിപ്പ് ആയാലും ഒരു പ്രശ്നമുണ്ട്. വലിയ ബ്ലിപ്പ് ആകുമ്പോ അടുത്തൊക്കെ ഇട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് വിസിബിലിറ്റി കിട്ടത്തില്ല. വിസിബിലിറ്റി കിട്ടത്തില്ല. അതായതുകൊണ്ട് ഞാൻ ഇവനെ അടിക്കാൻ വേണ്ടി കറങ്ങൊക്കെ വരും, ബട്ട് കാണത്തില്ല. താഴത്തവനെയാണോ? ഓ നൈസടാ. എവിടെ പ്രീവാറാന്നോ? വാരി എടുക്കുന്നുണ്ട്. പക്ഷെ ഓടി ഞാൻ ഇവന്റെ ലൈവ് കണ്ടിട്ട് പറയാം റീഫ്രഷ് ചെയ്യണേന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഇവിടേക്ക് പോവാന്ന് ചോദിച്ചു. അതെന്തുവാണോ? അപ്പൊ ഇവനില്ലേ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തു, അപ്പത്തേക്ക് ഇവനെ ഉണ്ട പാട് മാത്രമേ ഉണ്ടാവും. നോക്ക് റൈറ്റ് കയറ്. ഇവിടെ നൈസായിരുന്നു എല്ലാം. ഇവൻ പെട്ടുപോയി കേട്ടാ. അത് ഇവന് കിട്ടിക്കൊണ്ടിരിക്കുക. ഇത്ര സ്പീഡ് നമുക്ക് നമ്മളൊന്നും ഇവിടെ ഇത്ര സ്പീഡില്ല. അത് ഫിജിറ്റീവ് ഇട്ടിട്ട് ഓട്ടണ. നിന്റെ റീഫ്രഷ് അടിക്കുമ്പോ എന്റെ റീഫ്രഷ് അടിക്കുമ്പോ പോകും. ഇവർ റീഫ്രഷ് ചെയ്തില്ല. ഇപ്പോഴും ഇവർ റീഫ്രഷ് ചെയ്തിട്ടില്ലേ? അടിയൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും അങ്ങ് അടിച്ചേക്കണം. അറിയാമല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാം തലക്ക് കയറി കൊട്ടു വരും. നല്ല രീതിയിൽ മൈൻഡ് ചെയ്യുന്നുണ്ട്. നൈസറാ. അതിലൊക്കെ ഇവര് 2 ഡിങ്ക് ആയ ഓൾറെഡി. ഞാൻ പിന്നെ ടെൻഷൻ ഇപ്പൊ 2 ഡിങ്ക് കിട്ടിയപ്പോ റിഫ്രഷ് ബാക്കി അടിച്ച ഉറക്കനെ. അതാരാ മഹാൻ? അത് ഇവന് കിട്ടും. അത് കൊണ്ടുപോയി നോക്കി ഒരു അടി അടിക്കുക. അത് നൈസായിരുന്നു. ഓ അത് നൈസാണ്. ഇതും കിട്ടിയേനെ. അത് കിടിലൻ കളിയടാ. അതൊക്കെ നൈസ് കഴിയും. അത് നൈസ് കളി. നല്ലോണം കളിച്ച്. വാറിലെന്ത് വല്ല കിട്ടിയ? അയ്യോ നമ്മുടെ വണ്ടി നിങ്ങൾ ആദ്യം ഒരു വൺ ഡൗൺ പറയുന്നത് ഇവിടെ വൺ ഡൗൺ. ഞാൻ പിന്നെ വഴിയേ വരാൻ പോയില്ല. ഇവിടെ അവര് പൊങ്ങിയില്ലേ വെള്ളത്തിൽ നിന്ന്? ഇല്ല, കുറച്ചേരം പിടിച്ച് പിന്നെ അവിടുത്തെ പൊന്തി വന്ന് പാവം നീന്തി പോണ. നൈസ്. പിന്നെ ചാറ്റൊക്കെ ആയിട്ടാ മറിയുന്നത് ഭയങ്കര ശല്യമാ. ഓ സെക്ക ഇത് നൈസ് ആയിരുന്നടാ സെക്ക. നീ ആയിരുന്നില്ല മറ്റേ കോള് കേട്ട് കളിച്ചേ ലെഫ്റ്റ് ഫ്ലാങ്ക് ചെയ്തേ? നൈസ്. അവന് 2 ഡിങ്ങാണ്ട് കൊടുത്തു, 3 ചത്തില്ല. നൈസ്. നീ ആ പിങ് മിനി മാപ്പിൽ നോക്കിയല്ലേ?
ഓക്കെ മേപ്പല് കണ്ടു തെറ്റ്. അവനെടുത്തു. ഓ നൈസടാ. ഒരു റൈറ്റിക്ക് പറഞ്ഞ ഓടി അവനെ വിട്ട് അവനെ കത്തിപ്പോയി ക്രാഷ് ആയെന്ന് തോന്നുന്നു. അവിടെ ഒരുത്തൻ ക്രാഷ് ആയി. കുറെ പേര് ക്രാഷ് ആയി.